അപ്പോൾ ഒരാളെ കാണാനില്ലെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ കാര്യമാണ് പറയുന്നത്. 42 വയസ്സ്, ഊടുപുഴ ഭാഗത്തുള്ളതെന്ന് പറയണം. ബാക്കിയുള്ളവരൊക്കെ എല്ലായിടത്തും നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള വള്ളക്കാർ വന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് കിട്ടിയിട്ടില്ല. അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അനുകൂലമായിട്ട് നീന്തുള്ളൂ. നീന്തൽ അറിയാവുന്നവരാണ് നേരെ പഠിച്ചിട്ട് നീന്തുള്ളൂ. കാരണം ഇവിടെ നിന്നുള്ള തള്ളലുള്ളതുകൊണ്ട് ഒന്നേ തുരുത്തിലൊക്കെ നീന്തും, അല്ലെങ്കിൽ അങ്ങോട്ട് നീന്തും, അങ്ങനെ നീന്തും. എല്ലാവരും നീന്തൽ അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും ഇവിടെ മണിക്കൂറുകളെല്ലാം കിടക്കുന്നത്. എല്ലാവർക്കും അറിയാം നീന്തൽ. ലാസ്റ്റ്മോട്ടേക്ക് പെട്ടെന്നൊരു അപകടം വരുമ്പോൾ മനസ്സ് മടിച്ചു ചിലപ്പോൾ പേടിച്ചു പോകും. അങ്ങനെ സംഭവം ഉണ്ടാവും. സംഭവിച്ചവിടൊരു വഞ്ചിയിൽ ഇവിടെ ഒരു മരണാവശ്യം ഉണ്ടായിരുന്നു. മരണാവശ്യത്തിന് വേണ്ടി വന്നതായിരുന്നു. അവർ തിരിച്ചു പോരുന്നത്. പക്ഷെ നല്ല കാറ്റും കൂളും ആയിരുന്നു. അവർ എക്സ്പീരിയൻസ് കുറവായിരിക്കാം. അങ്ങനെ വന്ന് പോയി. 23 പേരിൽ 22 പേരും രക്ഷപ്പെടുത്തിയാണ് വള്ളത്തെ കയറ്റി. പിന്നെ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ആളെ അറിയില്ല. എന്നാലും കണ്ണൻ എന്നാണ് പേര്. സത്യം അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ. ഞങ്ങൾ ചെല്ലുമ്പോൾ വള്ളത്തെ വേറെ കുറച്ച് വെള്ളം ആ സമയത്ത് വന്നു. ആ വെള്ളം വന്നതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ കണക്കിൽ കൂടുതൽ ആളുണ്ടായിരുന്നു. സെൻട്രൽ വഴിയാണ് ഇവർ വള്ളം പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ കൊണ്ടുവന്ന വള്ളത്തിൽ ഞങ്ങൾ 2 പേര് വലിച്ച് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയതാണ്. അപ്പോൾ 3-4 പേരെ കൊണ്ടുവന്നു. പെണ്ണുങ്ങളെ തന്നെ കൊണ്ടുവന്നു. അവർ വിഷമിച്ച് പോയി. കുറച്ച് സമയം കൂടി കിടക്കുകയാണെങ്കിൽ അവർ പോയത് തന്നെ. രക്ഷപ്പെട്ടവരാണ്. പക്ഷേ ഇവർക്ക് വള്ളത്തിൽ പിടിച്ചു കിടന്ന് രക്ഷപ്പെട്ടവരാണ്. 19 പേരാണ് ഇപ്പോൾ നമുക്ക് ഈ വീട്ടിലുള്ളത്. മറുകരയുള്ളവരുടെ വിവരങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് സംഭവം ഉണ്ടായത്? 1 മണിക്കൂർ മുമ്പാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ 19 പേര് ഇപ്പം നമ്മളിവിടെ രക്ഷപ്പെട്ടവർ ഇവിടെ ഉണ്ട്. 19 പേര് ഈ അയ്യപ്പൻ കാൽക്കരയുടെ വീട്ടിലുണ്ട്. ബാക്കിയുള്ളവരുടെ ഒരാൾ മിസ്സിംഗ് ആണ്, ഒരു കണ്ണൻ എന്ന് പറയുന്ന ആളാണ്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണൻ ഇവർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്നവരാണ്. അവരുടെ കണ്ണൻ്റെ ഒരു 42 വയസ്സുള്ള ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും ഒരു സ്ഥലത്തുനിന്ന് തന്നെ വന്നവരാണ്. അവർ ഇവിടെ ഒരു മരണാവശ്യത്തിന് വന്നതാണ്. ഇതിന് കാറ്റ് കാരണം ഈ വളരെ പെട്ടെന്ന് കയറ്റാൻ ഒക്കില്ല. അവരെ കയറ്റുക എന്നാൽ വലിയ സമാനമായ കാര്യമാണ്. വലിയ പാടാണ് കയറ്റാണ്ട്. വെള്ളത്തിൽ കിടന്നുണ്ട് സാരിയെ കൊടുത്തുകൊണ്ട് അവർ കുഴഞ്ഞു നിൽക്കുന്നത്. സ്ത്രീകളും എല്ലാവരും കുട്ടികളില്ല. പിന്നെ ഒരു 5 സ്ത്രീകളുണ്ടായിരുന്നു. ഒരു 5 പേരെ ഞങ്ങൾ വെള്ളത്തിൽ കയറ്റി. 2 ആണുങ്ങളെയും കയറ്റി ഞങ്ങൾ പോകുന്നു. മറ്റു വെള്ളത്തിൽ കയറിയത്. വള്ളം എങ്ങോട്ട് പോയിരുന്നു? വള്ളം പെരുമ്പളം പണവള്ളി ഭാഗത്തേക്ക് പോയിരുന്നു. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ചടങ്ങ് കഴിഞ്ഞ് പോയതാണ് അവർ. പെട്ടെന്ന് പൂർണ്ണമായിട്ടും വെള്ളം അറിഞ്ഞു. പൂർണ്ണ ഒരു വെള്ളം കംപ്ലീറ്റ് മുങ്ങി. പിന്നെ മറ്റു മുങ്ങാത്ത വെള്ളത്തിലാണ് ഇവർ പിടിച്ചു നിന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാവരും വള്ളത്തെ പിടിച്ച് കിടക്കായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കൂടുതൽ വള്ളത്തിൽ തന്നെ അവർ പിടിച്ച് മറിയാത്തൊരു വെള്ളം ഉണ്ടായിരുന്നു. മറിഞ്ഞ വെള്ളം ഒഴുകിപ്പോയി. അത് കിട്ടിയില്ല. അതിലൊന്ന് ഈ മറിയാത്ത വള്ളത്തെ അവർ പിടിച്ചു നിൽക്കായിരുന്നു. മറ്റൊരു വള്ളം കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു വെള്ളം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളപ്പം ഞങ്ങൾ വള്ളത്തിൽ ചെന്നാണ്. ആ വെള്ളം അവർ അനങ്ങാൻ കൊടുക്കൂല. അവർ വള്ളത്തിനകത്ത് ആളുണ്ട്. പിന്നെ പിടിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങളുണ്ട്. 5 പേര് പിടിച്ചു കിടക്കായിരുന്നു. ഈ ഭയങ്കര കാറ്റുമാണ്. അവർ കുറേ സമയം അവിടെ വയറ്റി നിന്ന് അവരെ സമ്മതിക്കണം സ്ത്രീകളെ. കാരണം അവർ കൈവിടാതെ അവർ പിടിച്ചു കിടന്നത്. കൈവിട്ട് നീന്തി രക്ഷപ്പെടാൻ നോക്കിയ ആളാണ് ഇപ്പം പോയെന്ന് പറയുന്നത്. അത്രയും ദൂരം ഒഴുക്കല്ലേ, ശക്തമായ ഒഴുക്കല്ലേ. ഈ മുഴപ്പ് കണ്ട നല്ല തിരയല്ലേ. അപ്പോൾ നീന്താൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കേണ്ട. എവിടെ വെള്ളം മുങ്ങിയാലും ആ വള്ളത്തിൽ പിടിച്ചു കിടക്കുക ആൾ വരുന്നവർ. മധ്യഭാഗത്താണോ? അക്കരെയാണ് മുങ്ങിയത്. പക്ഷേ വെള്ളം ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി ഒത്തിരി താഴോട്ട് മാറിയ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മുഴപ്പിനവിടെ ഒന്നും ചെയ്യാനൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഇപ്പം കണ്ടേ ഭയങ്കര മുഴപ്പല്ലേ. കാറ്റ് ഉള്ളപ്പോൾ തന്നെ വെള്ളം വെച്ചത്. കാറ്റില്ലാത്ത വെച്ചാൽ വെള്ളമല്ല. ഇത് ഇവര് ഒരിക്കലും ചെയ്യാത്ത പണിയാണ് ചെയ്തത്. ആര് ചെയ്താലും ചെയ്യാൻ പാടാത്ത കാര്യമാണ്. ചെറിയ വെള്ളമായിരുന്നു. ചെറിയ വെള്ളമായിരുന്നു. അതിൽ ഇനി കൃത്യമായിട്ട് കണക്കറിയാൻ പറ്റില്ല. എന്നാലും 20 പേരുണ്ടെന്നാളാ. 19 പേരുടെ ഉണ്ട്. ഒരാളെ കണ്ടില്ലെന്ന് പറയാം. കണ്ണനെന്ന് ഒരാളെ കണ്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ 2 പേരുടെ കാണായിരുന്നു, നീന്തി കിടക്കായിരുന്നു. അതിൽ ഒരാൾ കുറച്ച് കഴിയുമ്പം താന്നു പോയെന്നാണ് പറയുന്നത്. ഞങ്ങൾ ഈ സ്ത്രീകളെ നോക്കിയാണ് ആദ്യം നോക്കിയത്. കാരണം ആണുങ്ങളല്ല, അവരെ നോക്കേണ്ട കാര്യമില്ല. സ്ത്രീകളെയാണ് ആദ്യം പരിഗണിച്ചത്. അവർ 5 പേരും പിടിച്ചു നിൽക്കുന്ന കുഴഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അവരെ രക്ഷപ്പെടുന്നത്. അവരെ വള്ളത്തിൽ നമുക്ക് അടുക്കാൻ ഒക്കില്ല. കാരണം തിര ഇങ്ങനെ കണ്ടവരും മുടക്കുന്നത് തമ്മിൽ കൂട്ടിയിടിക്കും. ആ വള്ളത്തെ പിടിച്ച് വള്ളം നിയന്ത്രിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് അവർ രക്ഷപ്പെട്ടത്. വള്ളത്തെ ആളും തലവനത്തെ പിടിച്ച് നിയന്ത്രിക്കുന്ന രീതിയുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി അങ്ങനെ പിടിച്ച് നിയന്ത്രിച്ച് നിന്നുകൊണ്ട് വള്ളം അത് കമ്മുന്നില്ല. ഞങ്ങളെല്ലാവരും പരമാവധി അവരാൾ കൊണ്ടുപോകുന്നു. നമ്മൾ സമര പണിയായിരുന്നു. ഞങ്ങളെ അവരെ കയറ്റിയ വെള്ളം കൂടി മുങ്ങിയിരുന്നെങ്കിൽ 5 പേരും ഉറപ്പാൻ പറഞ്ഞു. അതാണ് അവസ്ഥ. ആർക്കും ഗുരുതരാവസ്ഥയൊന്നുമില്ല. ഇല്ല കുഴപ്പമില്ല. ആരെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ഇല്ല. അവർക്ക് പേടിച്ച ക്ഷീണം മാത്രമേ ഉള്ളൂ. അവർക്ക് തുഴഞ്ഞു കിടന്നില്ലേ. ഇത്ര തണുപ്പല്ലേ, ഭയങ്കര തണുപ്പായി ഇപ്പോൾ വെള്ളത്തിൽ.
അപ്പോൾ കൈയൊക്കെ മരച്ച് അവരെ കയ്യിൽ പിടിച്ചിട്ട് കിട്ടുന്നില്ല വെള്ളത്തിൽ കയറ്റാനുള്ളത്. അതിൽ പ്രയാസപ്പെട്ട പരിപാടിയായിരുന്നു. പിന്നെ അവരൊരു കണക്കിന് ഒരാൾ വെള്ളത്തിൽ നിന്ന് താങ്ങി തന്നാണ് മറിച്ചിടുക ചെയ്ത്. വളരെ പിടിച്ച് നേരെ കയറ്റിയല്ലേ ഇത്. അതിവരെ പിടിച്ച് കയറ്റുമ്പോൾ ഞങ്ങൾ വെള്ളം മുങ്ങാതെ കൂടി നോക്കണം. അതാണ് പ്രശ്നം. രക്ഷപ്പെടുത്തുക എന്നുള്ള മാത്രമല്ല, വീണ്ടും ആ വെള്ളം മുങ്ങിയാൽ പിന്നെ അവരെ നോക്കണ്ടേ. ഞങ്ങളുടെ കാര്യം കുഴപ്പമില്ല. പക്ഷേ അവർക്ക് കുഴഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല. അവർ ഒഴുകിപ്പോവും. എത്ര മണിക്ക് ശരിക്കും സംഭവം ഉണ്ടാകും? ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സംഭവം ഉണ്ടാകുന്നത്. ഏതാണ്ട് 1 മണിക്കൂറായി. 1 മണിക്കൂറായി. അപ്പം അന്നത്തെ പറയാണ്. നിങ്ങളപ്പം വള്ളത്തിൽ അതുവഴി ഞങ്ങൾ അക്കരെ മരണം കൂടിയിട്ട് വരുന്നതാണ്. ഇവരും മരണ വീട്ടിൽ വന്നവരാണ്. ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറി നിൽക്കുമ്പോഴാണ് ഈ വേളം കേട്ടത്. സാധാരണ ഇവിടെ ടൂറിസ്റ്റ് വെള്ളം വന്നാൽ അവർ മദ്യപിച്ച് വേളം ഉണ്ടാക്കിയാൽ പോകണം. ഇവിടെ ഉച്ചയും വേളം വരുമ്പോൾ ഞങ്ങളെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞ് അവിടെ അയ്യോട്ട് കേൾക്കുന്നുണ്ട്, അവിടെ വെള്ളം വന്നായിരിക്കും ടൂറിസ്റ്റ് വെള്ളം തരും അല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി വന്നപ്പോഴാണ് ഇവിടെ വെള്ളം മുങ്ങി നിറഞ്ഞു. പിന്നെ അടുത്ത വെള്ളം എടുത്ത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി പോയി രക്ഷപ്പെടുത്തത്. ഇപ്പം എങ്ങനെയാണ് തിരച്ചിൽ? എങ്ങനെയാണ് ഫയർഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ പോയെന്നറിയാൻ പാടില്ല. ഇവിടെ തിരയാൻ ഒക്കില്ല. ഇപ്പോൾ ഈ ഒഴുക്കിന് ഫയർഫോഴ്സൊന്നും മുങ്ങാനൊക്കെ അല്ല, മുങ്ങി നിൽക്കൂല. അത്ര ശക്തമായ ഒഴുക്കാണ്. ഇനി മറ്റു സംവിധാനം നോക്കണം. അവർ വലയിട്ട് നല്ല ഒഴുക്കാം. വെള്ളപ്പൊക്കമല്ലേ ഇപ്പം നല്ല ഒഴുക്കുണ്ട്. വൈക്കം ചെമ്പിൽ ഭാഗത്തെ കായലിലാണ് ഈ അപകടം ഉച്ചയോടുകൂടി ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാതായ കണ്ണന് വേണ്ടിയുള്ള തിരച്ചിലാണ്. നാട്ടുകാരുടെ ഭാഗത്തും ചെറുവള്ളങ്ങളൊക്കെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം ചേരുന്നുണ്ട്. സ്കൂബ ടീമിനെയൊക്കെ ഉൾപ്പെടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാകൂ എന്നാണ് നേരത്തെ MLA നമ്മോട് അറിയിച്ചത്. ഇപ്രകാരമാണ് പുഴയുടെ സ്ഥിതിയെങ്കിൽ പുഴയിൽ അടിയൊഴുക്ക് അതീവ